ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സബും വ്യൂ ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇന്ന് നമ്മൾ ഹ്യൂമൻ ബോഡിയെ കണ്ട നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ കുറച്ച് ഒരു 3 ഓർഗൻസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിച്ചതിന് ശേഷം നമുക്ക് നേരെ നെർവസ് സിസ്റ്റത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിനെ പറ്റിയിട്ട് പഠിക്കാം. കഴിഞ്ഞ BS ക്ലാസ്സിൽ ഞാൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കണ്ടു എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോണത്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക്. സോ ലാർജസ്റ്റ് ലിവറാണ് ഫസ്റ്റിലത്തെ നമ്മുടെ ഓർഗൻ. നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ ഓർഗൻസ് പഠിച്ചു. ഈ 3 ഓർഗൻസിനും എക്സ്ക്രീഷനിൽ ഭാഗമായിട്ടുണ്ട് എന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെയും കൂടെ പറ്റിയിട്ട് പറയുന്നത്. ലിവറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. എന്താണ്, നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഈ ലിവർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ട്രോയ്സ് ഓൾ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് റീച്ചിങ് ത്രൂ ബ്ലഡിൽ കൂടെ നമ്മുടെ ബോഡിയിൽ എത്തുന്ന എല്ലാ കെമിക്കൽ സബ്സ്റ്റൻസിനെയും ഈ ഒരു ലിവർ നശിപ്പിക്കും. ഇനി ബൈൽ ഈസ് പ്രൊഡ്യൂസ്ഡ്, ബൈൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. എന്താണ്, ബൈൽ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ലിവറിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലിവറാണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഡൈജഷൻ ഓഫ് ഫാറ്റ്സ്. നമ്മളുടെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൈല് വളരെ അത്യാവശ്യമാണ്. ഈ ബൈലിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഹ്യൂമൻ ബോഡിയെ വണ്ടർ റെസ്പിറേഷൻ ആൻഡ് ഡൈജഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഈ ബൈലിനെ പറ്റിയിട്ട്, ബൈലിനെയും പാൻക്രിയാസിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചില്ല, അത് തന്നെയാണ്. ഇനി വെൻ ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ അമോണിയ ഹാംഫുൾ ടു അവർ ബോഡി. എന്താണ്, നമ്മളുടെ അമോണിയ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നു. ഈ ഒരു അമോണിയ എന്ന് പറയുന്ന ഹാംഫുൾ സബ്സ്റ്റൻസ്, ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ ലിവർ കൺവേർട്ട്സ് ദിസ് ഇൻറ്റു യൂറിയയായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. യൂറിയയിൽ വളരെ കുറച്ച് ടോക്സിക് മാത്രമേ ഉള്ളൂ. അതാണ് എഴുതിയിട്ടുള്ളത്, വിച്ച് ഈസ് ലെസ് ടോക്സിക്. വളരെ കുറഞ്ഞ വിഷമുള്ള ഒരു വാതകം, ഒരു സബ്സ്റ്റൻസ് ആണ് യൂറിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലങ്സ് എലിമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. ജസ്റ്റ് 1 വേർഡിൽ പറയുകയാണ്, എലിമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ നശിപ്പിക്കുന്നു, അത് തന്നെയാണ്. ഇനി സ്കിന്ന്, സ്വെറ്റ് ഈസ് എലിമിനേറ്റഡ് ത്രൂ ദ സ്കിൻ ഗ്ലാൻഡ്സ്. എന്താണ്, തൊലി ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നില്ലേ, സ്കിൻ ഗ്രന്ഥികളിലൂടെ, തൊലിയിലുള്ള ഗ്രന്ഥികളിലൂടെ ഈ സ്വെറ്റ് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, സ്വെറ്റ് എവിടെ നിന്നാണ്, സ്കിന്നിലെ തൊലിയിലുള്ള ഗ്രന്ഥികളിലൂടെയാണ് സ്വെറ്റ് പുറത്തേക്ക് പോകുന്നത്. സ്വെറ്റ് കണ്ടെയ്ൻസ് എക്സസ് വാട്ടർ ആൻഡ് സാൾട്ടും എക്സസ് വാട്ടറുമാണ് ഈ ഒരു സ്വെറ്റിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം സ്വെറ്റ് ചെറിയൊരു ലൈൻ മാത്രമേ സ്വെറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ടെക്സ്റ്റിൽ സ്വെറ്റിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സോ ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് സ്കിന്ന് പഠിക്കാം. ഫങ്ഷൻസ് ഓഫ് സ്കിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വെറ്റിംഗ് ഹെൽപ്സ് റെഗുലേറ്റിംഗ് ടെമ്പറേച്ചർ. നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വെറ്റിങ് സഹായിക്കും. അതേപോലെ തന്നെ സ്കിൻ പ്രൊട്ടക്ട് ദ ബോഡി ബൈ കവറിങ് ഇറ്റ്. നമ്മളുടെ ബോഡീനെ ഈ ഒരു സ്കിന്ന് ഒരു ഒന്ന് കവർ ചെയ്ത് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. സ്കിന്നല്ല, നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി സെൻസിങ് ടച്ച്, സ്പർശനം അതായത് നമ്മൾ തൊടുമ്പോൾ അറിയുന്ന ഒരു ഒരു അവയവമാണ് ഈ ഒരു സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്ക്രീഷൻ ഇവിടത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതായിട്ടുള്ള നെർവസ് സിസ്റ്റത്തെ
സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നെർവസ് സിസ്റ്റത്തിലെ നെർവിനെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനില്ല. നമ്മളത് 8ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് നെർവ്സിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കാനുണ്ടാവുക. ഇപ്പോൾ നമുക്ക് ബ്രെയിനിനെ പറ്റിയിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. സ്പൈനൽ കോഡും നെർവ്സും ഒക്കെ നമുക്ക് 8ാം ക്ലാസ്സിലത്തെ ടെക്സ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനി നെർവസ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ all the body functions are controlled and coordinated by the nervous system. നമ്മളുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും ഈ നെർവസ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം നോക്കാം. എന്താണ് പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം ആണ്? ഇത് പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം ആണ്. ഏതൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ബ്രെയിനെ പറ്റിയിട്ട് മാത്രമേ പഠിക്കാവുള്ളൂ. സ്പൈനൽ കോഡും നെർവ്സും 8ാം ക്ലാസ്സിലാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇനി ബ്രെയിനിനെ പറ്റിയിട്ട് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ഓർഗൻ ഇൻ അവർ ബോഡി. നമുക്ക് ബ്രെയിൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ഈ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കള്ള്. നമ്മളുടെ തലയോട്ടിയുടെ ഉള്ളിലാണ് ഈ ഒരു ബ്രെയിൻ ഇരിക്കുന്നത്. ബ്രെയിൻ പ്രൊട്ടക്റ്റഡ്, സ്കള്ള് തലയോട്ടിയാണ് ഈ ഒരു ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ടു കൺട്രോൾ മൂവ്മെൻറ്റ്സ് ഓഫ് വേരിയസ് മസിൽസ് ഓഫ് ദ ബോഡി. എന്താണ്? നമ്മളുടെ ബോഡിയിലുള്ള പല മസിൽസിൻ്റെയും കൺട്രോളിങ് ഈ ബ്രെയിനാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി. നമ്മളുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും ബ്രെയിനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു സെൽസ്. നമ്മളുടെ സെൽസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഈ ബ്രെയിനാണ്. അതേപോലെ തന്നെ ബ്രെയിൻ ഈസ് എ സെൻറ്റർ ഓഫ് വിഷൻ. നമ്മളുടെ വിഷൻ്റെ സെൻറ്ററാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേൾക്കാൻ സഹായിക്കുന്നത്, നമ്മളുടെ മെമ്മറി നമുക്ക് ഓർമ്മ തരുന്നത്, അതുപോലെ ഇൻ്റലിജൻസ് നമുക്ക് ബുദ്ധിയുള്ളത്, ഇമാജിനേഷൻ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഇമോഷൻസ് എല്ലാം ഈ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കമ്പ്യൂട്ടറിനേക്കാളും ഏറെ നമ്മൾ കമ്പ്യൂട്ടറിനേക്കാളും ഒരുപാട് നമുക്ക് ബ്രെയിൻ കൊണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ബ്രെയിൻ വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ അത്രയും അഡ്വാൻസ്ഡ് ആണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലേ അത് എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ സറൗണ്ടിങ്സിനനുസരിച്ച് പെരുമാറുള്ളൂ. പക്ഷേ ബ്രെയിൻ അല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ സറൗണ്ടിങ്സിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. The use of alcohol and drugs adversely affects the functioning of our nervous system. ഡ്രഗ്സിൻ്റെയും ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഉപയോഗം നമ്മളുടെ ബ്രെയിനിനെയും ഈ സ്പൈനൽ കോഡ് നെർവ്സിനെ ഈ 3 ചേർന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ മുഴുവനായും നശിപ്പിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആൽക്കഹോളിൻ്റെ യൂസ് കുറയ്ക്കണം, ഡ്രഗ്സിൻ്റെ യൂസും കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.